നിങ്ങളിൽ പലർക്കും പല സമയത്തും ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. പഠിക്കാൻ വേണ്ടി കുറേ മണിക്കൂറുകൾ ഇരുന്നിട്ടുണ്ടാവും. ബട്ട് ഫൈനലി ഒരു കാര്യവും മനസ്സിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒന്നും പഠിക്കാൻ പറ്റിയില്ല, കുറേ സമയം പഠിച്ചു, അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാം, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോകരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ വന്നിട്ടുള്ളത്. ബിക്കോസ് ഡു നോട്ട് ബ്ലെയിം യുവർ സെൽഫ് ദാറ്റ് യു കനോട്ട് റിമെമ്പർ എനിത്തിങ്. സോ നമുക്ക് ഇതിൻ്റെ സയൻസ് മനസ്സിലാക്കാം, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ ഒരു തവണ വായിച്ചതുകൊണ്ട് ഓർമ്മിച്ച് വെക്കാനോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ഇരുന്ന് വായിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് വെക്കാനോ പറ്റുന്ന തരത്തിലല്ല നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്റ്റീവ്ലി യൂസ് ചെയ്യുന്നത് എന്താണോ, റിപ്പീറ്റഡ്ലി റീകോൾ ചെയ്യുന്നത് എന്താണോ, അതിനെ ഓർത്തു വെക്കാനാണ് നമ്മുടെ ബ്രെയിൻ അറിയാവുന്നത്. അത് മാത്രമേ നമ്മുടെ ബ്രെയിൻ അറിയാവുള്ളൂ. അപ്പോൾ വൺസ് അഗെയിൻ ഐ എം സെയിങ്, നമ്മൾ എന്താണ് ആക്റ്റീവ്ലി യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ്ലി മീൻസ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടി നമ്മൾ വളരെ നമ്മുടെ ആക്റ്റീവായിട്ട് നമ്മൾ ഊർജത്തോടു കൂടി, അല്ലാതെ ആർക്കോ വേണ്ടി റീഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, അവനവന് വേണം എന്ന് പറഞ്ഞ് റീഡ് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു ആക്റ്റീവ്ലി യൂസ് ചെയ്യുന്നത് എന്താണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ആക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പോകുന്നത്. ദെൻ റിപ്പീറ്റഡ്ലി റീകോൾ ഇറ്റ്. അത് ഞാനിപ്പോൾ അടുത്ത പോയിന്റായിട്ട് അത് പ്രത്യേകമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ കുറേ ടോപ്പിക്സ് ഇങ്ങനെ വായിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ഒരു എക്സാമിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾക്ക് ഓവറോൾ ചിലപ്പോൾ അത് പറ്റുമായിരിക്കാം, പറ്റില്ലായിരിക്കാം, ചിലപ്പോൾ പിന്നീട് അത് മറന്നു പോകുമായിരിക്കാം. യാതൊരു ഗ്യാരണ്ടി അതിലില്ല. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് ഏത് സമയത്തേക്ക് ഓർത്തെടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരി സിമ്പിൾ ടോപ്പിക്കാണ്, ഹൗ ടു സ്റ്റഡി, എങ്ങനെ പഠിക്കാം. അപ്പോൾ ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാം കേട്ടോ. സോ വെരി ഫസ്റ്റ് പോയിന്റ്, യുവർ ബ്രെയിൻ ഡസൻ ലേൺ ബൈ റീഡിങ്, ഇറ്റ് ലേൺസ് ബൈ റിട്രീവിങ്. ഓക്കെ, അതെങ്ങനെയാണ്? നമ്മൾ ആദ്യം ബുക്ക് ഓപ്പൺ ചെയ്യുന്നു, നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എടുക്കുന്നു, നമ്മൾ ഒരു തവണ റീഡ് ചെയ്യുന്നു, ദെൻ ക്ലോസ് യുവർ ബുക്ക്. ഓക്കെ, എന്നിട്ട് ട്രൈ ടു റീകോൾ ഇറ്റ്, നിങ്ങൾ അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ഈ ഒരു പ്രോസസ്സിന് മുമ്പ് നമുക്ക് വേറൊരു അബദ്ധം പറ്റും. കാരണം നമ്മൾ ആ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, ബുക്ക് ഓപ്പൺ ചെയ്തു, നമ്മളത് വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു തോന്നലുണ്ടാവും, എനിക്ക് ഈ ടോപ്പിക്കൊക്കെ അറിയാം എന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ. ആക്ച്വലി നമുക്ക് ആ ടോപ്പിക്കൊന്നും അറിയില്ല, വി ജസ്റ്റ് ഒരു ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യുന്നതാണ്. ഇത് ശരിക്കും നമ്മുടെ ബ്രെയിൻ നമ്മളെ പറ്റിക്കുന്നതാണ്. ശരിക്കും നമ്മുടെ ബ്രെയിൻ ഒരു ഫെമിലിയാരിറ്റി തോന്നും, ഇതൊരു ഫെമിലിയർ കണ്ടന്റ് ആണല്ലോ എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ഇല്യൂഷൻ ഓഫ് ലേണിംഗ് ആണ് ഉണ്ടാവുന്നത്. എനിക്കിത് അറിയാം എന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ ടേൺ ചെയ്ത് പോകുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്കത് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഇല്യൂഷൻ ഓഫ് ലേണിങ്ങിനെ മറികടന്ന് നമ്മൾ റിയൽ ആയിട്ട് ലേൺ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പൺ യുവർ ബുക്ക്, ടേക്ക് യുവർ ചാപ്റ്റർ, അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് നിങ്ങൾ റീഡ് ചെയ്തു. ആ റീഡ് ചെയ്ത ടോപ്പിക്ക് ജസ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്യുക, ട്രൈ ടു റിമെമ്പർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രൈയിൽ ഒന്നും ഓർക്കാൻ പറ്റില്ല, ഒന്നുകൂടി ബുക്ക് ഓപ്പൺ ചെയ്യുക, ഒരു തവണ കൂടി അത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ക്ലോസ് യുവർ ബുക്ക്, ട്രൈ ടു റീഡ് അഗെയിൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേയൊക്കെ പറയാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ പറയാൻ പറ്റാത്ത പോയിന്റ് ഏതാന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്യുക, അഗെയിൻ ക്ലോസ് ചെയ്യുക, ട്രൈ ടു സേ ദ ആൻസർ. അപ്പം നിങ്ങൾക്ക് ആ ആൻസർ പറയാൻ പറ്റും. അങ്ങനെ ആൻസർ പറയാൻ പറ്റുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന, പഠിക്കുന്ന സമയം എപ്പോഴും ഒരു പ്രത്യേക നോട്ട്ബുക്ക് ഒരു പേനയും വെച്ചിരിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് മെത്തേഡ് യൂസ് ചെയ്യാൻ കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് പറയാൻ നമ്മൾ ട്രൈ ചെയ്തു, ഓക്കെ ആണ്, പറ്റുന്നുണ്ട്. സോ ദെൻ ടേക്ക് യുവർ ബുക്ക് ആൻഡ് പെൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ആൻസർ, നിങ്ങളൊരു പെർട്ടിക്കുലർ ഡെഫിനിഷനാണ് പഠിച്ചതെന്നിരിക്കട്ടെ, ആ ഒരു വേർഡും ആൻഡ് ഡെഫിനിഷൻ നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക, ആ ഒരു മെമ്മറി എവിടെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ബിക്കോസ് നമ്മളത് വായിച്ച് വിട്ടില്ല, നമ്മളത് വായിച്ചു, ബുക്ക് അടിച്ചു, അതിനെ നോക്കാതെ പറയാൻ ശ്രമിച്ചു, കിട്ടാത്ത പോയിന്റ് ഒന്നുകൂടി നോക്കി വീണ്ടും അത് പറയാൻ ശ്രമിച്ചു, നൗ ഇറ്റ്സ് ബെറ്റർ, പിന്നെ നിങ്ങളത് ഒന്ന് എഴുതാൻ ശ്രമിക്കുകയാണ്. സോ നൗ ഓൾമോസ്റ്റ് സേവ് ദ മെമ്മറി, റൈറ്റ്? സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എപ്പോഴും ഒരു ഫുൾ കണ്ടന്റ് നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്തില്ലെങ്കിൽ, ഇത് ബിഗിനിങ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ബ്രെയിൻ വളരെയധികം അലേർട്ടായിട്ട് നിൽക്കും. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ആ പഠിക്കുന്നത് മാക്സിമം നമ്മുടെ മെമ്മറിയിലോട്ട് ക്യാപ്ചർ ചെയ്യുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കുറച്ചുകൂടി നമ്മുടെ ബ്രെയിൻ ഹാർഡറായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. നമ്പർ 2,
ഡോണ്ട് സ്റ്റഡി ഫോർ അവേഴ്സ്. ഓക്കെ, നമ്മുടെ ബ്രെയിന് ഒരിക്കലും കണ്ടിന്യൂസ് അവേഴ്സ് ആൻഡ് അവേഴ്സ് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിച്ചാൽ അത് ഫുള്ള് റിമെമ്പർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും നമ്മുടെ ബ്രെയിനില്ല. നമ്മുടെ ബ്രെയിൻ വളരെ ഒരു കൊച്ചു സാധനമാണ് നമ്മുടെ ബ്രെയിൻ. എല്ലാം കൂടി ഓർത്തെടുക്കും. അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടി ഓർത്തെടുക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എൻ്റെ ഒരു ഫാക്റ്റ് മനസ്സിലാക്കുക. നമ്മുടെ ബ്രെയിനിൻ്റെ അറ്റൻഷൻ ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത് ഡിക്രീസ് ആവുന്നതിന് മുമ്പ് നമ്മളത് ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ്ലി 20-25 മിനിറ്റ്സ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വായിക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് കഴിയുമ്പം നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. ഒന്ന് അവിടെ നിന്ന് എണീക്കുക, ഒന്ന് ബോഡി സ്ട്രെച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യുക. ആ വഴിക്ക് പോയി ഫോണൊന്നും എടുത്ത് വെച്ച് സ്ക്രോൾ ചെയ്യരുത് മക്കളെ. തിരിച്ചിവിടെ വന്നിരിക്കണം. കാരണം നമ്മുടെ ആവശ്യമാണ് പഠിക്കുക എന്നുള്ളത്. ആരും ഉണ്ടാവില്ല, റിസൾട്ട് വന്നാലോ അതിന് ശേഷമോ ഒന്നും ഒറ്റ മനുഷ്യനും ഉണ്ടാവില്ല നമ്മുടെ കൂടെ സ്റ്റാൻഡ് ചെയ്യും. സോ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. ബട്ട് ഓൾവേസ് റിമെമ്പർ 20-25 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് നോക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒരു ചെറിയ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഞാൻ ബ്രേക്ക് ഒന്നും പറയുന്നില്ല, കാരണം ബ്രേക്ക് ഒന്നും പറഞ്ഞിട്ട് അങ്ങ് ബ്രേക്ക് എൻജോയ് ചെയ്യാൻ പോകരുത് എന്നാൽ അറിയാമല്ലോ. ജസ്റ്റ് സ്റ്റോപ്പ് ഇടുക. അല്ലാതെ ഒരിക്കലും ഒരു 25 മിനിറ്റ്സിന് എബോ ഒറ്റ ഇതിൽ പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി എന്താ കുഴപ്പം, ഞാൻ ഒറ്റയടിക്ക് ഞാൻ കുറേ അങ്ങ് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോ. പക്ഷേ ദർ ആർ സം കോൺസിക്വൻസസ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ ഇസ് മെൻ്റൽ ഫെറ്റീഗ്. നമുക്ക് മെൻ്റലി നമ്മൾ വളരെയധികം ടയേർഡായിട്ട് നമ്മൾ ഫീൽ ചെയ്യും. സെക്കൻഡ് വൺ, പുവർ കോൺസെൻട്രേഷൻ. നമുക്ക് തുടക്കത്തിൽ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും, ബട്ട് ആഫ്റ്റർ ഹാഫ് ആൻ അവർ ആൻഡ് ഓൾ ലൈക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ഡിക്രീസ്ഡ് ആവും. അപ്പോൾ നമുക്ക് പഴയതുപോലെ അത്രയും കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല. ആൻഡ് തേർഡ് വൺ ഇസ് ലോവർ മെമ്മറി റിറ്റൻഷൻ എന്നുള്ളതാണ്. അതായത് പിന്നീട് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഫസ്റ്റ് 25 മിനിറ്റ്സ് വരെ പഠിച്ചത് നമുക്ക് കുറച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും. അതിന് ശേഷമുള്ളത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും എന്നുള്ളതാണ്. സോ അതിന് നമ്മൾ ഈ പോയി കഷ്ടപ്പെടുന്ന റിസ്ക് എടുക്കുന്നത് നമ്മൾ 20-25 മിനിറ്റ്സ് നോക്കുക. അതിനുശേഷം ജസ്റ്റ് റിലാക്സ്, ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 3, സ്ലീപ്പ് ഈസ് പാർട്ട് ഓഫ് സ്റ്റഡി എന്നതാണ്. എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോൾ ഉറങ്ങണം എന്നാണോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കില്ലല്ലോ അല്ലേ? അങ്ങനെയല്ല. സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 സാഹചര്യങ്ങളിലാണ് നമ്മൾ പഠിക്കുന്നത്. എപ്പോഴൊക്കെയാണ്? 1, വെൻ യു സ്റ്റഡി. 2, വെൻ യു സ്ലീപ്പ്. അതെങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ പഠിക്കുന്നത്? ഈ 2 സിറ്റുവേഷനിലാണ് നമ്മുടെ ബ്രെയിൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. സോ വെൻ യു സ്റ്റഡി യു ആർ സ്റ്റഡിങ്, റൈറ്റ്? നമ്മൾ കണ്ടിന്യൂസ് 20-25 മിനിറ്റ്സ് സ്റ്റഡി ചെയ്യുന്നു, അതൊക്കെ. ഇനി എങ്ങനെയാണ് വെൻ യു സ്ലീപ്പ് യു ക്യാൻ സ്റ്റഡി? സോ നമ്മൾ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിൻ ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ഇൻഫർമേഷൻസ് ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പഠിക്കുന്ന സമയം നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മൾ അത്രയും ആത്മാർത്ഥതയോടെ ഞാൻ പറഞ്ഞതുപോലെ റിട്രീവിങ് മെത്തേഡിൽ കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രോപ്പറായിട്ടൊരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ കീപ്പ് ചെയ്യണം. ആ ഉറങ്ങുന്ന സമയത്താണ് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് ഈ ഒരു ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഉറക്കമൊന്നുമില്ലാതെ പഠിച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും എല്ലാവർക്കും പ്രാക്ടിക്കൽ ആയിരിക്കണം എന്നല്ല. അങ്ങനെ പഠിക്കുന്നവരുണ്ടാകാം, പക്ഷെ നമ്മളിപ്പോൾ ജനറലി പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് മനസ്സിലാക്കുക. ഒന്ന്, നമ്മുടെ മെമ്മറി പവർ വളരെയധികം ഡിക്രീസ് ആവും. സെക്കൻഡ് വൺ, നമ്മുടെ ഒരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി അത് വളരെയധികം ബാധിക്കും. പിന്നെ കോൺസെൻട്രേഷൻ ഡ്രോപ്സ്, നമ്മുടെ ശ്രദ്ധ ഡ്രോപ്പ് ഔട്ട് ആയി പോവുകയുള്ളൂ. അപ്പം ഇതിനൊക്കെ പകരം നമ്മൾ എപ്പോഴും, ഇത് മാത്രമല്ല എന്ത് കാര്യത്തിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലേ? അപ്പം നിങ്ങളൊരു പ്രോപ്പർ സ്ലീപ്പ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്പർ 4, ഇത് ശരിക്കും യൂസ്ഫുൾ ആണ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് സ്വയമേ കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്ത് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണ് ടീച്ച് സമ്മൺ എൽസ്. പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ സമ്മൺ എൽസിനൊന്നും ഒരിക്കലും കിട്ടൂല. ആരുണ്ട്? ഞാൻ എന്തിനാണ് പഠിപ്പിച്ചിരുന്നതെന്ന് വെച്ചാൽ, ഐ യൂസ് ടു ടീച്ച് മൈ പില്ലോസ് ആൻഡ് ഐ യൂസ് ടു ടീച്ച് മൈ പ്ലാന്റ്സ്. നമ്മുടെ ചെടികളെയോ അല്ലെങ്കിൽ പില്ലോസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂംസിലുള്ള ഒബ്ജക്റ്റീവ്സിനെ തന്നെ നിങ്ങൾ പഠിച്ച കണ്ടന്റ് പഠിപ്പിക്കുക.
സി നമുക്കൊരു കാര്യം പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ നമുക്കൊരാളെ ഒരു കാര്യം പഠിപ്പിക്കാൻ പറ്റൂ. അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം നമുക്ക് മറ്റൊരാളെ ടീച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ടേബിളിലിരിക്കുന്ന വാട്ടർ ബോട്ടിലോട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതെങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം, അല്ലേ? അപ്പോൾ അത് നമ്മൾ വീണ്ടും ആ ലെസണിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. പക്ഷെ നിങ്ങളവിടെ വിജയിച്ചു. നിങ്ങൾക്ക് ആ വാട്ടർ ബോട്ടിലോട് നിങ്ങളുടെ പെൻസിൽ പൗച്ചിനോട് പ്രോപ്പറായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയാവോ? നമ്മുടെ ബ്രെയിൻ ഈ ഒരു ഇൻഫർമേഷൻസിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻസ് കുറച്ചുകൂടി ക്ലിയർ ആവാനും സിമ്പിൾ ആക്കാനും വേണ്ടിയിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യും. പിന്നെ ഒന്ന് ഫൈൻഡിങ് മിസ്സിങ് ഗ്യാപ്സ് ആണ്. നമ്മുടെ ബ്രെയിൻ സ്വയമേ എന്തെങ്കിലും പാർട്ട് മിസ്സിങ് ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വയ്ക്കാതെയും കണ്ടുപിടിക്കാതെ ഇരുന്ന എക്സാമ്പിൾസ് ആ സമയം നമ്മുടെ ബ്രെയിൻ കണ്ടുപിടിച്ച് തരും. കാരണം നമ്മൾ പഠിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഡ് ഐഡിയ യൂസ് ചെയ്യാം. കോഡ് ഇല്ലേ, നമ്മൾ ഒരു ഐഡിയ ഫസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചൊരു കോഡ് ഐഡിയാസ് ഒക്കെ ഉണ്ടാക്കാം. അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എക്സാമ്പിൾസ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തെടുക്കും. നമ്പർ 5, മിക്സ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. നമ്മളൊരു തവണ പഠിക്കാനിരിക്കുന്നു. നമ്മൾ വയ്ക്കാവോ ഒരു 2 or 3 സബ്ജക്ട്സ് നമുക്ക് നോക്കാം. നമുക്ക് മാത്സ് നോക്കാം, സയൻസ് നോക്കാം, ജിയോഗ്രഫി നോക്കാം. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാത്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഒരു ബ്രേക്ക് എടുക്കുന്നു, പിന്നെ നമ്മൾ സയൻസിലേക്ക് നോക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സബ്ജക്റ്റിലോട്ട് പോവാം. അപ്പോൾ നമ്മളൊരു ഈവനിങ്ങിൽ സ്കൂളോ കോളേജോ കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു 4 hours ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 2 or 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരേ സബ്ജക്റ്റ് പഠിക്കുന്നതിനുള്ള ബോറിങ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഒരു 3 ഡിഫറെൻറ്റ് സബ്ജക്റ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് മിനിമം 1 ടോപ്പിക് ഈച്ചാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് നമുക്കൊരു അച്ചീവ് ചെയ്ത പോലെ ഒരു ഫീലിംഗ് കിട്ടും. ഓക്കെ, ഞാൻ 3 സബ്ജക്റ്റിൽ നിന്നും ഓരോന്ന് വീതം നോക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ബെറ്ററായിട്ട് ഓർത്തിരിക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്പർ 6, ട്രൈ ടു റൈറ്റ്, ഡോണ്ട് ജസ്റ്റ് ഹൈലൈറ്റ്. നമ്മൾ നോർമലി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ഓർത്ത് വെക്കും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അവിടെ ഫോക്കസ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നാളെ യൂസ്ഫുൾ ആണ് എന്നൊക്കെ തോന്നും. ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, ഇഫ് യു വാണ്ട് ഹൈലൈറ്റ് ഇറ്റ്. ബട്ട് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ട്രൈ ടു മേക്ക് യുവർ ഓൺ നോട്ട്സ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ ബുക്ക് എപ്പോഴും കീപ്പ് ചെയ്യുക സ്റ്റഡി ടൈമിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ബുക്കിൽ നമ്മളൊരു ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കവർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. എപ്പോഴും ഈ റോട്ട് ലേണിങ്ങിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ കാര്യം മനസ്സിലാക്കി പഠിച്ചിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ഒരിക്കലും ഒന്ന് ഫോർഗെറ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ഈ റോട്ട് ലേണിംഗ് എന്ന് പറയില്ല, അതായത് നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, പക്ഷേ ബൈ ഹാർട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു. ചിലപ്പോൾ അത് നമ്മളിങ്ങനെ പുറത്തേക്ക് എടുത്തു, പിന്നെ ചിലപ്പോൾ മറന്നുപോയി. പക്ഷെ അത് ശരിയായൊരു രീതിയേ അല്ല. ശരിയായിട്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുന്നത് നമ്മൾ കണ്ടന്റ് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് വളരെയധികം ഇമ്പോർട്ടൻറ്റുമാണ്. സോ ഈ വെറുതെ ഹൈലൈറ്റ് ചെയ്തോ അണ്ടർലൈൻ ചെയ്തോ വെക്കുന്നതിന് പകരം അത് ചെയ്യേണ്ടതെന്നല്ല, യു ക്യാൻ ഡു ഇഫ് യു വാണ്ട്. പ്ലസ് നിങ്ങൾ എപ്പോഴും ഒരു നോട്ട്സ് കീപ്പപ്പ് ചെയ്യുക. ഈ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മെമ്മറിയിൽ ആ എഴുതുന്ന സമയം, അതിങ്ങനെ പറയാറുണ്ട്, ഒരു തവണ എഴുതുന്നത് 10 തവണ വായിക്കുന്നതിന് ഈക്വൽ ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ എഴുതുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു റെഡിമെയ്ഡ് നോട്ടിനേക്കാളും നമുക്ക് ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ നോട്ട്ബുക്ക്. അപ്പോൾ അതിനൊക്കെ കുറേ സമയം വേണ്ടേ, എനിക്ക് എവിടെ അത്രയും സമയം എന്നൊക്കെ. നമുക്ക് where there is a will there is a way.
ഓക്കെ. ഇപ്പം നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സമയവും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ. സോ നമുക്ക് ഈ ഒരു കാര്യത്തിൽ സക്സസ് ആവണം, എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് വെച്ച് പഠിക്കാനിരുന്നാൽ യാതൊരു ഡിസ്ട്രാക്ഷനും എനിക്ക് വേണ്ട എന്ന് കരുതി ഞാൻ പഠിക്കാനിരുന്നാൽ ഉറപ്പായിട്ടും എനിക്ക് നോട്ട്സ് ഉണ്ടാക്കാനോ റീവൈൻഡ് ചെയ്യാനോ റിവിഷൻ ചെയ്യാനോ ഒക്കെ പറ്റും. അതെല്ലാം എൻ്റെ മെമ്മറിയിൽ ഇരിക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. Number 7, test yourself frequently. So always remember your exam shouldn't be the first test. Okay. So കുറേ പഠിച്ചു റിവൈൻഡ് ചെയ്തു എഴുതി നോക്കി നോട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി ആൻസേഴ്സ് ചെയ്ത് നോക്കി ഒക്കെ നിങ്ങൾ ചെയ്തു. എക്സാം വരട്ടെ, എക്സാമിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കംഫർട്ട് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, എക്സാം ഷുഡൻ ബി ദ ഫസ്റ്റ് ടെസ്റ്റ് ഫോർ മീ, ഐ വിൽ മേക്ക് മൈ ഓൺ ടെസ്റ്റ്. ഹൗ യു വിൽ മേക്ക് യുവർ ഓൺ ടെസ്റ്റ്? നിങ്ങൾക്ക് നിങ്ങൾ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ കുക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തോ, കുക്കിംഗ് മീൻസ് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല, ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, അതായത് കോളേജ് സ്റ്റുഡൻസോ മറ്റൊക്കെ ആണെങ്കിൽ. ഓക്കെ. സോ അതായത് നമ്മൾ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന സമയത്ത് ജസ്റ്റ് ട്രൈ ടു റിമെമ്പർ ദാറ്റ്. എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ, നമ്മളോട് തന്നെ ചോദിക്കുക, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ടോപ്പിക് എന്നാൽ നമ്മൾ ചോദിക്കുക, അതായത് നമ്മൾ തന്നെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രാം എനിക്ക് കറക്റ്റായിട്ടൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഫ്രീക്വൻലി നമ്മൾ ടെസ്റ്റ് ചെയ്യുക. സോ നമ്മുടെ ബ്രെയിൻ അപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ബ്രെയിൻ ഓർത്ത് വെച്ചേ പറ്റുള്ളൂ, മനസ്സിലാക്കിയേ പറ്റുള്ളൂ, മാറി നിൽക്കുക. കാരണം എപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണതാണ്, നമ്മളെപ്പോഴാണ് നമുക്ക് കൊച്ചു ടെസ്റ്റ് കൊടുക്കുന്നതെന്ന് നമ്മുടെ ബ്രെയിന് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻലി അത് റിമെമ്പർ ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻലി നമ്മൾ അതിൽ കൂടെ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി വെരി ഈസി. എക്സാമൊക്കെ നിങ്ങൾ വെറും പുഷ്പം പോലെ നിങ്ങളത് എഴുതും. നമ്പർ 8, ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയൺമെൻറ്റ്. ഒരു നോട്ടിഫിക്കേഷൻ, ഒരു മെസ്സേജ്, ഒരു ഷോർട്ട് വീഡിയോ, ഒരു റീൽ അല്ലെങ്കിൽ ഒരു വിളി ആരുടെയെങ്കിലും മതി, അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാം അല്ലെങ്കിൽ ഫോണിലേക്ക് നോക്കാം. പിന്നെ ഓക്കെ, നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ പഠിക്കണമെന്നാണ്, ജസ്റ്റ് ആ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് തിരിച്ച് വന്നാലും ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മുടെ ബ്രെയിൻ തിരിച്ചിവിടെ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയം ഇനിയും എടുക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, പരമാവധി ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മണിക്കൂറുകളൊന്നും പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു 20 to 25 മിനിറ്റ്സ് നമ്മൾ ഫുൾ ഫോക്കസ് കൊടുത്ത് പഠിക്കുന്നു. അതിനുശേഷം നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നുണ്ടല്ലോ, 5 or 10 മിനിറ്റ്സ് ഇസ് ഓക്കെ, ഫൈൻ. പക്ഷെ അതിലും എക്സീഡ് ചെയ്ത് പോകാത്ത രീതി ജസ്റ്റ് പോയിട്ട് ഫോണിൽ നോട്ടിഫിക്കേഷൻ നോക്കിക്കോ. അതിനുശേഷം ബ്രെയിൻ ഒന്ന് റിക്കവർ ചെയ്യാനുള്ള സമയം, റിക്കവർ മീൻസ് ആ ഒരു ഡിസ്ട്രാക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു സമയം കൂടെ കൊടുത്തതിന് ശേഷമേ വന്നിട്ട് വായിക്കാവൂ. അതായത് നമ്മൾ വായിക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പ്രോബ്ലംസ്, മാത്സ് ആട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, അത് നമ്മുടെ ബ്രെയിൻ ഹാപ്പി ആയിരിക്കണം, നമ്മൾ ഹാപ്പി ആയിരിക്കണം. അല്ലാതെ എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ചെയ്യുന്നതും അല്ല, എനിക്കിത് വേണം, ഞാനത് പഠിച്ചെടുക്കും, എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് ചെയ്യുന്നതും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. സോ ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയൺമെൻറ്റിൽ നിന്നിട്ട് മാറി നിന്ന് പഠിക്കുക എന്നുള്ളത് എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 9, അണ്ടർസ്റ്റാൻഡ് ബിഫോർ മെമ്മറൈസിങ്. അതായത് നമ്മുടെ ബ്രെയിൻ ഏറ്റവും ഇഷ്ടം റാൻഡം ഫാക്ട്സ് ഓർത്തിരിക്കാനല്ല, പകരം മീനിങ് ഫുൾ ആയിട്ടുള്ള ഫാക്ട്സ് ഓർത്തിരിക്കാനാണ് നമ്മുടെ ബ്രെയിൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മീനിങ് ഫുൾ ആവുക? അത് നമുക്കത് മനസ്സിലാകുന്ന അതിനെയാണ് മീനിങ് ഫുൾ ആവുന്നത്. നമുക്ക് മനസ്സിലാവാത്ത കാര്യത്തിന് നമുക്കൊരു മീനിങ് ഇല്ലല്ലോ. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മീനിങ് ഫുള്ളാണ്. അപ്പം മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യം ആരോർത്തിരിക്കും? നമ്മുടെ ബ്രെയിൻ ഓർത്തിരിക്കും. സോ ഫിനിഷ്, നമുക്കത് മതി. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓക്കെ, മെമ്മറിയിൽ സൂക്ഷിക്കണം എന്നത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ എഫേർട്ട് എടുത്ത് മെമ്മറി സൂക്ഷിക്കാൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പ്രോപ്പറായിട്ട് മെമ്മറി സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് നന്നായി പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എഴുതുമ്പോൾ പേപ്പറിലൊന്നും അങ്ങോട്ട് വരാത്തത്. ഇപ്പോൾ ടീച്ചർ ഇങ്ങനെ കമൻറ്റ് പറയും, നല്ല കാലിബറുള്ള കുട്ടിയാണല്ലോ, ഓപ്പൺ ഹൗസിൽ പറയും, നല്ല കാലിബറുള്ള കുട്ടിയാണല്ലോ, പക്ഷേ അങ്ങോട്ട് എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരുപാട് പേര് കേൾക്കുന്ന കമൻറ്റ്. ഇതാണ് പ്രശ്നം. നമ്മൾ ഒരു കാര്യം നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സ് ആയിക്കോട്ടെ. നമ്മൾ എഫേർട്ട് എടുക്കേണ്ടത് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താണ്, വൈ, ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആ കണ്ടന്റിനെ മനസ്സിലാക്കുക എന്ന എഫേർട്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ. അത് ഷോർട്ട് ടേം ആയിട്ടോ ലോങ് ടേം ആയിട്ടോ മെമ്മറിയിൽ സൂക്ഷിക്കുക എന്നുള്ള എഫേർട്ട് ഓട്ടോമാറ്റിക്കലി ആര് ചെയ്യും? ബ്രെയിൻ ചെയ്യും. ഓക്കെ.
നമ്പർ 10, റിവ്യൂ ബിഫോർ യു ഫോർഗട്ട്. അതായത് റിവ്യൂ മീൻസ് റിവിഷൻ. ചില എക്സാമിന് മുമ്പൊക്കെ മാത്രമേ നമ്മൾ സാധാരണ റിവിഷൻ എന്നുള്ള വാക്ക് പോലും നമ്മൾ അങ്ങോട്ട് കേൾക്കാറുള്ളൂ അല്ലേ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഫ്രീക്വൻലി നമ്മൾ തന്നെ ഒരു റിവിഷൻ ചെയ്യുക. അതായത് നമ്മൾ 2 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു, ആ 2 ചാപ്റ്റേഴ്സ് പഠിച്ച് 3rd ചാപ്റ്റർ പഠിക്കാനായിരുന്നു ഇരിക്കുന്നത്. പക്ഷേ അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഓക്കെ നമുക്ക് ഇതിനൊരു 5 minutes റിവിഷൻ കൊടുത്താലോ, കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്നിട്ട് ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ, ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം, ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മെമ്മറിയിൽ സ്റ്റോർഡ് ആയിട്ടുണ്ടായിരിക്കും. സോ അല്ലെങ്കിൽ നമ്മൾ ഒരു ടൈം ടേബിൾ, നമുക്കൊരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രോപ്പർലി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. റിവിഷൻ ടൈം, അതായത് എക്സാം വരാനോ വേറൊന്ന് ടേം ഉണ്ടാവാനോ ഒന്നും കാത്തിരിക്കരുത്. എവറി വീക്കിൽ 1 or 2 റിവിഷൻസ് എവറി സബ്ജക്റ്റ് നോക്കുക. ഓൾവേസ് വി ആർ റിവൈസിങ്. സോ ബ്രെയിൻ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല അത് മറന്നു പോകാനായിട്ടുള്ളത്. ഇറ്റ് ഈസ് കോൾഡ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. അതായത് നമ്മൾ ഒരു സ്പേസ്ഡ് ആയിട്ട് ഫ്രീക്വൻറ്റ് ഇൻറ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റേഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ, റെപ്പറ്റേറ്റീവ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു ലോങ് ടേം റിട്ടൻഷൻ നമ്മുടെ മെമ്മറിയിൽ നടക്കുന്നത്. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുറച്ച് കോമൺ സ്റ്റഡി മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1 മിസ്റ്റേക്ക്, റീഡിങ് ദ സെയിം ചാപ്റ്റർ അഗെയിൻ ആൻഡ് അഗെയിൻ. ഒരു തവണ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് നമ്മൾ ആ കോണ്ടൻസ് ജസ്റ്റ് എഴുതാൻ ശ്രമിക്കുക, നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക, പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് റിവിഷൻ കൊടുക്കുക, അതൊക്കെ മതി. അല്ലാതെ ഒരേ ചാപ്റ്റർ ഇങ്ങനെ വായിച്ച് പോയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നാണ് അർത്ഥം. സോ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നമേ ഇല്ല. നമ്പർ 2, ഈ എക്സാം ടൈമിൽ പഠിക്കാനിരിക്കും. വർക്ക് ബെസ്റ്റ് അണ്ടർ പ്രഷർ എന്നൊക്കെ പറയുന്ന പോലെ, ഓക്കെ എക്സാം പ്രഷർ ഉണ്ടെങ്കിൽ അതിന് തലേ ദിവസം വർക്ക് ഒഴിച്ചിട്ട് പഠിക്കുക, അതിൻ്റെ ഒരാഴ്ച മുമ്പ് പഠിക്കുക, അങ്ങനെയല്ല. ആ ഒരു രീതി ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ലോങ് ടേം മെമ്മറിക്ക്, നമ്മുടെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്ലീപ്പില്ല, പ്രോപ്പർ സ്ലീപ്പില്ല എന്നുള്ളത് ഇപ്പോൾ ഉള്ള കുട്ടികളുടെ വലിയൊരു പ്രശ്നമാണ്. സോ നമ്മൾ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹെൽത്തി ന്യൂട്രീഷ്യൻസ് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഇമോഷണൽ വെൽബീയിങ്ങിനും ബാലൻസിങ്ങിനും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ്. സോ പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സ്ലീപ്പ് ഇല്ലായ്മ ഒരു മിസ്റ്റേക്കാണ്. പിന്നെ ഒരെണ്ണം സ്കിപ്പിംഗ് മീൽസ് ആണ്, എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ബ്രെയിൻ ഫുഡ്, അത് സ്കിപ്പ് ചെയ്യുന്നത് ഒരു മിസ്റ്റേക്കാണ്. ഫെമിലിയാരിറ്റി വിശ്വസിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഇല്യൂഷൻ ഓഫ് ലേണിങ്ങിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്, ഇതൊക്കെയാണ് മിസ്റ്റേക്സ് ആയിട്ട് നോർമലി കണ്ടുവരുന്നത്. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് എഫേർട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കണം, നമുക്ക് എക്സാമിലോ ജീവിതത്തിലോ സക്സസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ബ്രെയിൻ കിട്ടുന്നവർക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ ബ്രെയിൻ ഏറ്റവും സ്മാർട്ടസ്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല എന്നല്ല. ഏതൊരാളാണോ അവരുടെ ബ്രെയിനെ നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നത്, നാച്ചുറലായിട്ട് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നത്, അവർക്ക് ആ സക്സസ് ഉണ്ടാവുന്നത്. അല്ലാതെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ബ്രെയിൻ ഉള്ളവർക്കോ ഏറ്റവും കൂടുതൽ ഐക്യു ഉള്ളവർക്കോ ഒന്നുമല്ല. സോ നമ്മുടെ ബ്രെയിൻ എന്താണ് പറ്റുന്നത് അത് വളരെ നാച്ചുറലായിട്ട് പഠിക്കാൻ അനുവദിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് സക്സസ് നമുക്കുള്ളതാണ്. Okay, so don't study harder, study smarter. Your brain will always remember or always reward your consistency, effort, and your sincere mindset. Thank you for watching. Namaskaram.